നേരത്തെ നമ്മൾ ബ്രേക്ക് ചെയ്ത മറ്റൊരു വാർത്തയിലേക്ക്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ഗോപിക്കും ഭാര്യ റാണിക്കും തൃശ്ശൂരിലും കൊല്ലത്തുമാണ് വോട്ടുള്ളത്. തൃശ്ശൂരിൽ വോട്ട് ചെയ്ത സുഭാഷിനും ഭാര്യയ്ക്കും കൊല്ലം ഇരുപുരം മണ്ഡലത്തിലെ 64 നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ഇരുവർക്കും വോട്ടുണ്ട്. ലിജോ റോളൻസ് വേണ്ടി ചേരുന്നു. ലിജോ, ഇവിടെ തൃശ്ശൂരിൽ സുഭാഷ് ഗോപിയും കുടുംബവും വോട്ട് ചെയ്തതായി തെളിവുണ്ട്. മാധ്യമങ്ങളുടെ ദൃശ്യങ്ങളിൽ തന്നെ അതുണ്ട്. കൊല്ലത്ത് വോട്ട് ചെയ്തോ എന്ന് സ്ഥിരീകരിക്കാനായോ? അജിംസ, അതാണ് ഒരു പ്രധാന കാര്യം. പ്രാഥമികമായിട്ട് അവർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ചില ബൂത്ത് ഏജന്റുമാരിൽ നിന്ന്. കാര്യം അതിനെ അവരുടെ രേഖകൾ കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടേക്ക് എത്തി വോട്ട് ചെയ്തില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പക്ഷേ അതിന് കൃത്യമായിട്ട് അതിലൊരു പരിശോധന നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ സുഭാഷ് ഗോപിയെ നേരിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്നുള്ളൊരു വിശദീകരണം കൃത്യമായിട്ട് കേൾക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാര്യം ഈ തൃശ്ശൂരിലും പേരുണ്ട്, കൊല്ലത്തും പേരുണ്ട്. കൊല്ലത്ത് നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ ഇരുപുരം മണ്ഡലത്തിൽപ്പെടുന്ന ലക്ഷ്മി നിവാസ് എന്ന് പറഞ്ഞ വീട്ടിലാണ് അവർ താമസിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലത്താണ് നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവർക്ക് വോട്ടുള്ളത്. പക്ഷേ ഈ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്താണ് തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റിയത്. ആ വോട്ട് മാറ്റിയ സമയത്ത് മറ്റൊരിടത്ത് ഉണ്ടായിരുന്ന ആ വോട്ടിൽ നിന്ന്, ആ വോട്ടർ പട്ടികയിൽ നിന്നും എന്തുകൊണ്ട് പേര് നീക്കം ചെയ്തില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു നിയമപ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെയ്യാതെ മറ്റൊരിടത്തേക്ക് പോയി വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ കുറ്റം. ഇനി ഇവിടെയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ക്രിമിനൽ കുറ്റമായി തന്നെ മാറുകയും ചെയ്തു. പക്ഷേ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോയോ, എന്തായിരുന്നു സംഭവിച്ചെന്നുള്ള കാര്യത്തിലൊക്കെ ഇനി ആ സുരേഷ് ഗോപി തന്നെ അധികം വൈകാതെ ഒരു വിശദീകരണം നൽകുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ഇരവിപുരം നിയോജക മണ്ഡലത്തെ 84 നമ്പർ ബൂത്ത്, ആ 84 നമ്പർ ബൂത്ത് എന്ന് പറയുന്നത് വിജ്ഞാന ഭവൻ ബൂത്താണ്. ആ വിജ്ഞാന ഭവൻ ബൂത്തിൽപ്പെടുന്ന 1114, 1116 ക്രമനമ്പറുകളായിരുന്നു ഈ സുഭാഷ് ഗോപിക്കുമൊപ്പം ഭാര്യയായിട്ടുള്ള റാണിക്കും ഉണ്ടായിരുന്നത്. ആ പേരിലായിരുന്നു അവരുടെ അവസാനം പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലും അവരുടെ പേരുണ്ടായിരുന്നത്. പക്ഷേ ആ തൃശ്ശൂരിൽ നോക്കുന്ന സമയത്ത് 116 നമ്പർ ബൂത്തിലെ ക്രമനമ്പർ 1016, 1017 അതിലാണ് റാണി സുഭാഷ് ഗോപി എന്നുള്ളവരുടെ പേരുള്ളത്. അപ്പോൾ രണ്ടിടത്തും അവരുടെ പേരുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശ്ശൂരിൽ വോട്ട് ചെയ്തതിന് വ്യക്തമായ തെളിവുകളുണ്ട്. കൊല്ലത്ത് എന്താണ് സംഭവിച്ചത്? നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ തന്നെ പലയിടം ആളുകളുടെ പേരുകളൊക്കെ ഇരട്ടിച്ചുകൊണ്ട് ചേർക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവർ തന്നെയാണോ ആളുകൾക്ക്, ബൂത്ത് ഏജന്റുമാർക്ക് പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത, അതായത് അറിയാത്ത പല ആളുകളുമുണ്ട്. കൊല്ലത്തെ വോട്ടർ പട്ടികയിൽ സുഭാഷ് ഗോപിയുടെ അച്ഛന്റെ പേരല്ല കൊടുത്തിട്ടുള്ളത്, അമ്മയുടെ പേരാണ്. തൃശ്ശൂരിലാകട്ടെ അച്ഛന്റെ പേരും. അതെ, ഈ കൊല്ലത്തെ വോട്ടർ പട്ടിക നോക്കുന്ന സമയത്ത് അതിൽ അമ്മയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. 1116 എന്ന് പറയുന്നത് ഈ സുഭാഷ് ഗോപി ലക്ഷ്മി നിവാസ് ആണ്. വീട്ട് നമ്പർ 9 ലക്ഷ്മി നിവാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് വീട്ടുപേരെന്ന് പറയുന്നത്. അമ്മയുടെ പേര് ജ്ഞാനലക്ഷ്മി അമ്മ എന്നുള്ളതാണ്. അതായത് സുരേഷ് ഗോപിയുടെ അമ്മയുടെ പേരാണ് അതെന്ന് പറയുന്നത്. ആ പേരിലാണ് 1116 എന്ന് പറയുന്നത് അതിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ആ വോട്ടർ ഐ ഡിയിലെ നമ്പർ പോലും കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തൊട്ടു മുകളിലായിട്ടാണ് 1114 നമ്പർ എന്ന് പറയുന്നത് ആണ്. ഈ വീട്ടു നമ്പർ 37 ലക്ഷ്മി നിവാസ് എന്ന് പറയുന്നു. അത് റാണിയാണ്, അതായത് ഈ സുഭാഷ് ഗോപിയുടെ ഭാര്യയായിട്ടുള്ള റാണിയാണ്. അവിടെ ഭർത്താവിന്റെ പേര് സുഭാഷ് ഗോപി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ട്, അതായത് ഒരിടത്ത് അച്ഛന്റെ പേര് വന്നു, ഒരിടത്ത് അമ്മയുടെ പേര് വന്നു, അക്കാര്യങ്ങളിലെല്ലാം ഇനി കൃത്യമായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും രണ്ട് വോട്ടർ പട്ടികയിലും ഇരുവരുടെയും പേരുണ്ടായിരുന്നു. കാര്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽപ്പെടുന്ന 11 പേരുടെ വോട്ടായിരുന്നു ചേർത്തിരുന്നത്, താൽക്കാലികമായിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട് ചേർന്നിരുന്നത്. ആ സമയത്ത് മറ്റു പലരും മറ്റു നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്ന വോട്ടുകളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് ഇവരുടെ രണ്ടുപേരുടെ പേരുകൾ രണ്ടിടത്തും ഉണ്ടായിരുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ തൃശ്ശൂരിൽ നിന്ന് മീഡിയ വൺ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ പല ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ പെടുന്ന ബൂത്ത് ഏജന്റുമാരും പാർട്ടികളും ജില്ലാ ഘടകങ്ങൾ തന്നെ ഉണർന്നുകൊണ്ട് വിശദമായിട്ട് ആ ബൂത്ത് ഏജന്റുമാരുടെ കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റ് വിശദമായ ഒരു പരിശോധന കൂടെ നടത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ പേരുകൾ ഇതുപോലെ ആവർത്തിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളിൽ ഉടൻ തന്നെ അതിലും ഒരു വ്യക്തത വരികയും ചെയ്യും.